കനകം എന്തുവാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നേ? ഏതാണ്ട് കാര്യമായിട്ടുണ്ടല്ലോ. அம்மா நான் நம்ம குழந்தைகளை பத்தி யோசிச்சுட்டு இருந்தேன். ഏത് കൊച്ചുങ്ങള്? കല്ലും പാറുവോ? கல்லும் பாரும் இல்ல, பாருவை பத்தி யோசிச்சேன், அது சத்தியம். ஆனா அவங்களுக்கு எவ்வளவு சந்தோஷம் இல்லம்மா இந்த வீடு கிடைச்சதுக்கு அப்புறம். ஐயோ, அவங்க நல்ல மனசுக்கு தான் இந்த வீடு கிடைச்சது. ஈஸ்வரன் எல்லாம் கொடுப்பாங்கல்ல வரமா, அந்த மாதிரி இருக்கு எனக்கு. അത് ശരിയാണ്. മറ്റുള്ളവരെ വേദന മനസ്സിലാക്കാൻ ശിവയ്ക്കും കേശുവിനും ലച്ചുവിനും ഒക്കെ അറിയാം. ഇത്രയും സ്വത്തും പണം ഉണ്ടെന്നും പറഞ്ഞ അതിന്റെ അഹങ്കാരവും ജാടയോ ഒന്നും അവര് കാണിക്കൂല അല്ലേ? മാത്രമല്ല സാധാരണക്കാരെ പോലെയല്ലേ അവര് ജീവിക്കണേ അല്ലേ? ഇനിയിപ്പോ ഈ വീടിന്റെ ഫ്രണ്ടിൽ വന്ന ഒരാൾ ചോദിക്കുകയാണ്, എനിക്ക് ജീവിക്കാൻ സ്ഥലമില്ല, താമസിക്കാൻ വീടില്ല എന്ന് പറയുകയാണെങ്കിൽ അവര് പറയും, ദാ ഇവിടെ എവിടെയെങ്കിലും വീട് വെച്ച് താമസിച്ചോ. അത്രയ്ക്ക് നല്ല മനസ്സാണ് അവരുടെ. அது நீ சொன்னது ரொம்ப கரெக்ட். பாலு அண்ணா இருக்காருல்ல, அவரும் அப்படியே தான். நான் இங்க இருக்கிறது அவர்னால தானே. ബാലചേട്ടൻ മാത്രമല്ല കേശുവും പൊളിയല്ലേ? அது கரெக்ட். அப்ப ലച്ചു മാത്രമല്ല ചേച്ചി, കേശു ലച്ചു ശിവേ എല്ലാവർക്കും നന്നായിട്ട് എല്ലാരും സ്നേഹിക്കാറ്. അതിനൊരു കാര്യമുണ്ടേ. എന്തരാണ് എല്ലാരും വട്ടമേശ സമ്മേളനം? ഒന്നുമില്ല, നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയായിരുന്നു. വീട് നിങ്ങളുടെ കയ്യിലെത്തിയ കാര്യമേ. വീട് ഞങ്ങളുടെ കയ്യിലെത്തിയ കാര്യം? വീട് നമ്മുടെ കയ്യിലെല്ലാം കൂടെ കിട്ടിയ കാര്യത്തെ കൂടെ ചർച്ച ചെയ്യേ. അത് ദൈവത്തിന്റെ അനുഗ്രഹമല്ലേ? പിന്നല്ല. അത് ശരി, ദൈവം മാത്രമേ ഉള്ളോ? അപ്പൊ അപ്പൂപ്പന് ഇതിനകത്ത് ഒരു പങ്കും ഇല്ലയോ? അമ്മ അപ്പൂപ്പൻ എന്ന് പറയുമ്പോ നമുക്ക് ദൈവതുല്യാണല്ലോ. അതിപ്പോ വീട് മേടിച്ച് തന്നില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ. അത് കറക്റ്റ്. நான் சொன்னேன்ல, എന്തോ പറയാൻ വന്നേ? நான் சொன்னேன்ல, அதுதான் விஷயம். എന്ത് വിഷയം? എന്ത് വിഷയം എന്ന് പറഞ്ഞാ കനകേച്ചി നിങ്ങളെ പൊക്കി ഓരോന്നും പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. நான் மட்டும் இல்ல, கௌரி சொன்னா. നമ്മളൊന്ന് കേക്കട്ടെ, ഒന്ന് കുളിച്ച് വരട്ടെ. ആ, ഈ ചുറ്റിനും നിന്ന് ഈ സ്തുതി പാഠകർ പറയുന്നത് കേൾക്കാനേ ഭയങ്കര രസമാണ്. ഓ, ഭയങ്കര രസമാണല്ലേ? അങ്ങനെ ഞങ്ങൾ പറയണായിട്ട് നിങ്ങൾ സൂഹിക്കണ്ട. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും അപ്പൂപ്പനും അമ്മൂമ്മയും പറയുന്നതിന് അപ്പുറത്തോട്ട് ഒരു പടി അവര് വെക്കത്തില്ല. അത് ശരിയാണ്. അപ്പൂപ്പനും അമ്മൂമ്മയും പറയണതിനപ്പുറത്ത് ഒരു പടി നിങ്ങൾ എടുത്ത് വെക്കൂല. ഏതപ്പൂപ്പനും അമ്മൂമ്മയും? നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പനും അമ്മയും. കാരണം എന്ത്? നെയ്യാറ്റിൻകരയിലെ അപ്പൂപ്പനും അമ്മൂമ്മയും ഇവർക്ക് ഭയങ്കര പേടിയാണ്. പക്ഷെ പടവലത്തെ അപ്പൂപ്പനും അങ്ങനെയല്ല, പേടിയല്ല, അവർക്ക് നല്ല സ്നേഹമാണ് അല്ലേടാ? கௌரி, அது நீ சொன்னது ரொம்ப கரெக்ட். நெய்யாட்டிங்கிற அம்மா இருக்காங்கல்ல, ரொம்ப பாசமா இருப்பாங்க. எது இருந்தாலும் இருக்கிற மாதிரி சொல்லுவாங்க. என்னன்னா அவங்களுக்கு ரொம்ப பிடிக்கும். எனக்கும் அவங்கள பார்க்கணும்னு ரொம்ப ஆசையா இருக்கு கௌரி. അപ്പൊ എന്നാ ഒരു കാര്യം ചെയ്യേ, നീ അങ്ങ് നെയ്യാറ്റിൻകരയ്ക്ക് വിട്ടോ. ഇവിടെ 100 കൂട്ടം പണി കിടക്കുന്നു, ഒരു അഭിപ്രായം പറഞ്ഞോണ്ടിരിക്കുന്നത്. ആര് നെയ്യാറ്റിൻകരയ്ക്ക് പോകുന്നു? ഇവിടുന്ന് ആരും പോകുന്നില്ല. ഇവിടുന്ന് ആരൊക്കെ എങ്ങോട്ട് പോണെന്ന് ഹൗസ് ഓണറായ ഞങ്ങൾ തീരുമാനിക്കും. അല്ലേ കേശുവേ? അത് തന്നെ. പിന്നെ അമ്മ കുറെ ആയിട്ടേ ചേച്ചി അടുത്ത് ഭയങ്കര അധികാര സ്വരത്തിൽ സംസാരിക്കണുണ്ട്. ചേച്ചി ഇവിടത്തെ വേലക്കാരിയല്ല, അത് ഓർക്കണം കേട്ടോ. ഓ, ഞാനൊന്നും പറയാൻ വരുന്നില്ലേ. പിടിച്ചില്ല കേട്ടാ, പിടിച്ചില്ല. பாவம், நிச்சயமா பாவம் தான். ഞങ്ങളുടെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ കുത്തിയത് കനായല്ലേ? എന്നാലും പാവം താണ്ടാ. അക്കുത്തി കുത്താന വരമ്പെ കയ്യെ കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാ വെള്ളം മക്കട കയ്യിലൊരു വാഗ്. അപ്പപ്പാ, ഇപ്പൊ പാടത്തൊക്കെ മീൻ വരൂ? പിന്നെ പാടത്ത് മീൻ വരും. കനാലിലെ വെള്ളം പാടത്തോട്ട് കയറുമ്പം പാടത്ത് മീൻ വരും. അപ്പോഴേ മീൻ വരൂ? വലിയ മീനൊക്കെ വരും. ഈ കനാലില് ആറ്റിലെ വെള്ളം സംഭരിക്കും. മീനെ നമ്മള് ചൂണ്ടയിട്ട് പിടിക്കും, വല വെച്ച് പിടിക്കും, പിന്നെ ഒറ്റാൽ വെച്ച് പിടിക്കും. ഒറ്റാല് അതിങ്ങനെ ഈറ കൊണ്ടുണ്ടാക്കുന്ന, എന്നിട്ട് മീന് വരുന്നിടത്ത് ഇങ്ങനെ കമിഴ്ത്തിയാണ് വെക്കും. മീൻ കടിക്കത്തില്ല, മീനെ നമ്മൾ കടിക്കും. അയ്യോ, നിന്നേക്കാൾ വലിയ മീനുണ്ട്. മീനുണ്ടോ? ഡാമിലെ വെള്ളം തുറന്നു വിടുമ്പോ ഉണ്ടല്ലോ, അപ്പൂപ്പനേക്കാൾ വലിയ മീനൊക്കെ വരും. അതെ,
രണ്ടാളും അപ്പൂപ്പന്റെ അടുത്ത് കഥയും പറഞ്ഞോണ്ടിരിക്കുവാന്നോ? ഒന്നും കഴിക്കണ്ടേ? അവര് പിന്നെ എൻ്റെ അടുത്തല്ല, അവൻ ആരുടെ അടുത്താണ് കഥ പറയേണ്ടത്? ഇനി അമ്മൂമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റൂല. വാലോ, നമുക്ക് കളിക്കാം. മക്കളെയല്ലേ? ആ പിള്ളേർ എൻ്റെ അടുത്ത് വല്ലതൊക്കെ വർത്തമാനം പറഞ്ഞോണ്ടിരുന്നതാ. അവിടെ തലവട്ടം കണ്ടപ്പോ അതുങ്ങളുടെ വഴിക്ക് പോയി. ഓ, അതിന് ഞാൻ എന്തോ പറഞ്ഞു? വല്ലതും കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഈ വീട്ടിൽ എനിക്കിപ്പോ ഒന്നും മിണ്ടാനും പറ്റാതായോ? അതെ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ? ആ ഉമേഷ് തീരെ ശരിയല്ലെന്നേ. ആര് പറഞ്ഞു ഉമേഷ് ശരിയല്ലെന്ന്? 10-25 വർഷമായിട്ട് നീ ഇത് തന്നെ പറയുന്നുണ്ടല്ലോ. അവൻ ശരിയാവത്തില്ല ശരിയാവത്തില്ല. ഡേ, നിനക്ക് ചില സ്വഭാവങ്ങളൊക്കെ ഇല്ലേ? നിനക്കത് മാറ്റാൻ പറ്റുമോ? അതുപോലെ അവനും ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അവനും മാറ്റാൻ പറ്റത്തില്ല. ആ, നീ എന്തോ ഇപ്പൊ ഇത്ര കിടന്ന് ചിരിക്കാനേ? നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്? ஐயோ அச்சா, அம்மா எப்பவுமே இப்படிதான் பேசுவாங்க. എന്താണ് അമ്മ ആരുടെ ദേഷ്യപ്പെട്ട? ആ അച്ഛാ, ഈ അമ്മയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ കനകേച്ചി ഇട്ടങ്ങ് വരട്ടും. അമ്മേരെ വിചാരം കനകേച്ചി അമ്മേരെ കയ്യാളാണെന്നാണ്. ഇവിടെ മേശരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പണ്ടത്തെ പോലെ ആവശ്യമില്ലാതെ ആളുകളെ വിരട്ടിയാലുണ്ടല്ലോ നിന്നെ. ஐயோ அச்சா, திட்டாதீங்க. அம்மா பாசமா தான் பேசுறாங்க. எனக்கு அது ரொம்ப பிடிக்கும். ആ, നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട്. ഇവിടെ ചിലർക്കൊന്നും എന്നെ ഇഷ്ടമല്ല. അതുകൊണ്ടാ ഞാൻ പറയുന്നൊന്നും പിടിക്കാത്തത്. കണ്ട 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 അച്ഛാ, അച്ഛ ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നങ്ങ് പറയും, ഒളിച്ചൊന്നും വെക്കൂല. അതാ ഈ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല. അയ്യോ, ഞാനൊന്നും പറയാനും വരുന്നില്ല, ഞാനൊന്നും മിണ്ടാനും വരുന്നില്ല. അതിന് നീ ഭവാനി അല്ലാതാണ്. ആ മോളെ, ഇവിടെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്നറിയാവോ? എന്തിനാച്ചാ? ഇവിടെ ഉമേഷിന്റെ കുറ്റം പറയാൻ വന്നതാ. അയ്യോ, ഞാനെന്തോ കുറ്റം പറയാൻ വന്നു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ പിള്ളേർ എൻ്റെ അടുത്തിരുന്ന് പല കഥയൊക്കെ പറഞ്ഞോണ്ടിരുന്നതാ. എവിടെ തലവട്ടം കണ്ടപ്പോഴേ അതുങ്ങള് മുങ്ങി. നമ്മളെ ഗൗരി, നീ അവരെങ്ങ് വിളിക്കേ. അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നാലേ മനസ്സിലൊരു സുഖമുണ്ട്. നീ വിളിച്ചോണ്ടോ? அச்சா, சாப்பிடறதுக்கு இப்ப எடுக்கவா அல்ல அப்புறமா? അപ്പുറം മതി, അപ്പുറം മതി. சரி. അതെ, ഈ ആൾക്കാർ നിൽക്കുമ്പോ എന്നെ വഴക്ക് പറഞ്ഞിങ്ങനെ താഴ്ത്തി കെട്ടുന്ന സ്വഭാവം നിങ്ങൾക്ക് ഇതുവരെ നിർത്താറായില്ലയോ? നിനക്ക് ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഇല്ലയോ? ആ ഉമേഷിനും ഇല്ലയോ? അതൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നുണ്ടോ? അതുപോലെ എനിക്കും ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. ആ വാ 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 മക്കള് വാ, നമുക്ക് മീൻ പിടിക്കുന്ന കഥയൊക്കെ പറയാം. വാ, വന്നാട്ടെ വന്നാട്ടെ. ആമയോ? പിന്നെ വലിയ ആമയൊക്കെ ഉണ്ട് അവിടെ. നമുക്കൊരു ദിവസം കാണിക്കാൻ കൊണ്ടുപോയി. ഓ പിന്നെന്താ, കാണിക്കാമല്ലോ. നിനക്ക് കാണണോ ആമേ? ഈ ആമ എങ്ങനെ ഇരിക്കുമെന്നറിയുമോ? ഇല്ല, ആമയ്ക്കുണ്ടല്ലോ വലിയ ഇങ്ങനെ പുറന്തോടുണ്ട്, വലിയ തോട്, ഒരു കുഞ്ഞ് തലി. നമ്മളെ കാണുമ്പോ തല ഇങ്ങോട്ട് വരും. അതെ അതെ, നമ്മളെ കാണുമ്പോൾ അച്ഛാ അച്ഛാ അച്ഛാ, എന്നെ നോക്കി കണ്ണൂരിട്ട് പേടിപ്പിക്കണേ അമ്മ. ചോറെടുത്തലയുടെ ഓരോ കാര്യം. നമുക്ക് ഓരോ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. ബാ. അപ്പൊ എങ്ങനെയാ മീൻ പിടിക്കുന്നത്? ഏതാ മീൻ പിടിക്കാൻ പോണോ? മീൻ പിടിക്കാൻ പോണം. ഓ പിന്നെന്താ, പൂച്ചയുടെയും പട്ടിയുടെയും ഒക്കെ കഥ പറഞ്ഞുതരാം. ഇത് നമ്മൾ വിചാരിക്കുന്ന ഞാൻ കാര്യം പറയട്ടെ, നമുക്കിവിടെ സ്ലോപ്പ് ചെയ്തിട്ടേ അങ്ങോട്ടേക്ക് ഒരു പൈപ്പ് ഇട്ടാലോ? എങ്ങോട്ട്? അങ്ങോട്ട്. അതാകുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളക്കെട്ടും ഉണ്ടാവില്ല, ചെളിയും ഉണ്ടാവില്ല, വെള്ളം പോവുകയും ചെയ്യും. അത് കൊള്ളായിരിക്കും അല്ലേ? പിന്നെ വേറൊരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ ഒരു ലോൺ വെക്കാം. എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് ലോൺ ഉണ്ടല്ലോ, ഇനിയിപ്പോ എവിടെ ഇട്ട് വെക്കാൻ? കുറച്ചും കൂടെ പിടിപ്പിക്കാമെന്നാണ് ഉദ്ദേശിച്ചത്. എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് നിറച്ച് ചെടികൾ അങ്ങ് വളർത്താം. അതാവുമ്പോ ആരും അങ്ങോട്ട് ഇറങ്ങൂലല്ലോ. അത് നല്ല ഐഡിയ കേട്ടല്ലേ ചേച്ചി. അങ്ങേറ്റത് ഇങ്ങേറ്റത് ഇങ്ങനെ കറക്റ്റ് ആ വഴി ഉണ്ടല്ലോ, അത് മൊത്തം അങ്ങ് വെക്കണം. ഫുൾ പൂവായിരിക്കും. പൂന്തോട്ടം ആകണം. പൂന്തോട്ടം.
ക്ലാസിക് ആയിരിക്കണം അല്ലേ? ഓ കണ്ട തന്നെ ഒരു ക്ലാസിക് ലുക്ക് ആയിരിക്കണം. മേൽഭാഗം നമുക്ക് വാടകയ്ക്ക് കൊടുത്താലോ? നല്ലൊരു ഐഡിയ ആണ് കേട്ടാ. അല്ല പക്ഷേ മേളത്തെ കിച്ചൺ ഇല്ലല്ലോ, കോമൺ അല്ലേ, ഒരെണ്ണല്ലോ താഴെയല്ലേ ഉള്ളൂ. കിച്ചൺ സെറ്റ് ചെയ്യാൻ പറ്റുമോ? മുകളിലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ മേളിലേക്ക് താമസം മാറാം. അയ്യടി, എനിക്ക് മനസ്സിലാവുന്നുണ്ട് ലച്ചുവിന്റെ മനസ്സിലിരിപ്പ്. എന്ത് എന്തൊരമ്മായി ചുമ്മാ ആവശ്യമില്ലാതെ വിഷയം മാറ്റിയിടല്ലേ. പെയിന്റ് ചെയ്യണോ? വീട് പെയിന്റ് ചെയ്യണോ? നിനക്ക് വേണമെങ്കിൽ നീ ചെയ്. എനിക്ക് വേണമെങ്കിലാ? പിന്നെ അല്ലേ ഈ പറഞ്ഞ പ്ലാൻ മൊത്തം ചെയ്യണമെങ്കിൽ ചേച്ചിയല്ലേ ചെയ്യണ്ടേ? അതെ, ഞാൻ ഒറ്റയ്ക്കാ. അപ്പൊ ആരും ഷെയർ ഇടൂലേ? അല്ല ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരു ബക്കറ്റ് ഒരു കൊടുത്താ ജംഗ്ഷനിൽ പോയിട്ട്. അല്ല പിന്നെ ചേച്ചി എന്റെ കയ്യിൽ 10 പൈസ ഉണ്ടാ? ശിവയുടെ ശിവയുടെ ഉണ്ടാ? പാറു ഇടുവോ പൈസ? എന്തായാലും പറയണേ, അപ്പൂപ്പിന്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റൂ? മോശമല്ലേ? അല്ല ഞാൻ എന്തിനു ഷെയർ ചെയ്യണം? അത് ശരി. അവസാനം പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്ക് എല്ലാം കൂടെ എന്റെ തലയിലും അല്ലേ? എന്തായാലും ഇനി വാടക കൊടുക്കണ്ട. അപ്പൊ വാട്ടർ ബില്ലും കറണ്ട് ബില്ലും എല്ലാം നീ തന്നെ നോക്കണം. ഇനിയിപ്പം നേരിട്ടിങ്ങനെ ഇവിടെ ചോദിക്കാൻ പറ്റുമോ? അത് മോശമല്ലേ? പിന്നെ ചേച്ചി ഇത് നമ്മുടെ വീടാണ്, അതുകൊണ്ട് ഇത് കാലാകാലം പൊന്നു പോലെ നോക്കണം. ഇനി ഈ വീട്ടിന്റെ ഗൃഹനാഥ നീയാണ്. കറക്റ്റ് പറഞ്ഞാലേ ചേച്ചിയാണ് ഇനി മുതൽ ഈ വീടിന്റെ അമ്മ. അമ്മ ചെറുക്ക അനാവശ്യം പറഞ്ഞിട്ടല്ല, അടിച്ച് കയറ്റി തരാം ഞാൻ. ഓരോന്നൊക്കെ പറഞ്ഞ മനുഷ്യന് ചുമ്മാ പ്രഷർ കയറ്റില്ല. മിണ്ടാരിടാ. എന്നാ ഒരു കാര്യം ചെയ്യ്, വീട് നശിച്ചു പൊട്ടും. അല്ല പിന്നെ അതെ, ഇങ്ങനെ ഒരുത്തി ഇവിടെ വന്ന് നിപ്പണ്ടായിരുന്നു, ആരെങ്കിലും കണ്ടായിരുന്നോ? അതന്നെയാണ് ഞങ്ങളും ആലോചിക്കണേ. എന്തിനാണ് ഈ രണ്ടുപേരും ഞങ്ങളെ വായി നോക്കി ഇവിടെ നിൽക്കുന്നത്? അടുക്കളയില് ജോലിയൊന്നുമില്ലേ? ഇല്ല. ഇല്ലെങ്കിൽ അവിടെ നിന്നോ. പറഞ്ഞു വന്ന ഫ്ലോ അങ്ങ് പോയി. അമ്മേരെ കാര്യം നമ്മളെന്തിനു പറഞ്ഞേ? അതെ 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 അതെ, അതെവിടെ നമുക്ക് കേട്ട് കമ്പിയാ ആടെ അവിടെ കൊണ്ടുവന്നിട്ട്. കാര്യം പറ. നമുക്ക് എല്ലാത്തിനും ഒരു ബഡ്ജറ്റ് ഞാൻ ഇടാം. എന്ത് പറയണ? എന്റെ പൊന്നു മോനെ വേണ്ട, നീ ബഡ്ജറ്റ് ഇട്ടാ ഞാൻ നശിച്ചു പോവും. അതെ, ഞാൻ മിക്കവാറും അങ്ങ് പടവലത്തോട്ട് പോവും. அப்படின்னா நானும் கூட வருவேன் அம்மா. പൊക്കോ, ഇവിടെ ആരെയും പിടിച്ചു വെച്ചിട്ടൊന്നുമില്ലല്ലോ. താല്പര്യമുള്ളവർക്ക് നിക്കാം, ഇല്ലാത്തവർക്ക് പോവാം. പിന്നെ ഞങ്ങക്ക് പട്ടിണി കിടക്കാനും പറ്റൂല. അതുകൊണ്ട് വല്ല ജോലിക്കാരെ വെക്കേണ്ട അവസ്ഥയാണെങ്കിൽ ഞാൻ അതും ചെയ്യും. ലച്ചു അതും ചെയ്യും. കാരണം ലച്ചുവിന്റെ കാശുണ്ടല്ലോ, പൈസ ചെലവാക്കാൻ ലച്ചുവിന് യാതൊരു മടിയും. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരാണെന്ന് രത്നച്ചുരുക്കം. എന്റെ പൊന്നമ്മൂമ്മ വെറുതെ എഴുതാപ്പുറം വായിക്കല്ലേ, വിട്ടുപിടി. കേശുവേ, എന്നാലും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലടാ, ഇത്രയും വലിയ വീടും സ്ഥലവും ഒക്കെ നമ്മുടെ പേരിലായെന്നുള്ളത്. லெச்சு, கடவுள் அப்படியே தான் லெச்சு. நம்ம நினைக்காத டைம்ல நிறைய கொடுப்பாரு. സത്യം പറഞ്ഞാൽ കൊടുത്തത് കുറച്ച് കൂടിപ്പോയി. അപ്പൂപ്പൻ ഇത്രയും വലിയ ബോംബിടുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ചേച്ചി എനിക്ക് തോന്നേ അപ്പൂപ്പൻ ഇത്രയും കാലമായിട്ട് ഇത് മനസ്സിലിട്ടുകൊണ്ട് കിടന്ന് ആഗ്രഹമായിരിക്കും, പെട്ടെന്ന് പിള്ളേർക്ക് കൊണ്ട് ഞങ്ങൾ സാധിച്ചു തന്ന്. എന്തായാലും അച്ഛന്റെ മനസ്സുണ്ടല്ലോ, ഒരു വലിയ മനസ്സാണ്. എന്തൊരു വലിയ മനുഷ്യനാണല്ലേ അച്ഛൻ. സത്യം പറഞ്ഞാലേ അപ്പൂപ്പനെ പോലെ നല്ല മനസ്സുള്ള ഒരാള് നമ്മളെ കുടുംബത്തെ വേറെ ആരും കാണത്തില്ല. അപ്പൂപ്പന് കോടി പ്രണാമം. എന്തോ നോക്കിക്കൊണ്ടിരിക്കുക? ജോലിയൊന്നും ഇല്ല അകത്ത്. ഇങ്ങോട്ട് വന്നേ. എന്തത്? ആദ്യം വിളിച്ചത് എനിക്ക് ഒന്നും മനസ്സിലായില്ല, രണ്ടാമതാ കൂടെ ഓടിയത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല. നീ എന്തോ കുത്തി കുറിച്ചുകൊണ്ടിരിക്കണേ? ചേച്ചി പറഞ്ഞല്ലേ ചേച്ചി, ഞാനൊരു ബഡ്ജറ്റ് ഇടാന്ന് അങ്ങനെ വിചാരിച്ചു നീ ഇരിക്കുകയായിരുന്നു. എടാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ അത് വേണ്ടാന്ന്. പുറത്ത് ചെടിയും ലോണൊക്കെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറെ കാശാവും, അതിന്റെ ഇടയിൽ ഇതോ? ചേച്ചി എന്തൊരു പറയണേ, ഒരു ബഡ്ജറ്റ് ഇട്ടാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ബഡ്ജറ്റ് ഒക്കെ നമുക്ക് പിന്നിട്ടാ പോരെ? അല്ല ചേച്ചി, അതായത് നമ്മുടെ ഈ തറയോടില്ലേ ടൈൽസ് പുറത്തിരുന്നേ, അതൊരു നമ്മുടെ ഈ സൈഡിൽ ഇവിടെ ഇവിടെ എല്ലാം കൂടെ ഇടാനായിട്ടൊരു 10,000 സ്ക്വയർ ഫീറ്റ് മതിയായിരിക്കും. 10,000? 10,000? 10,000 സ്ക്വയർ ഫീറ്റ് അത്ര മതി. 1000 സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ഇവിടെ കുറവ് ഒരു 1,080 അത്രയൊക്കെ വരുമായിരിക്കും. അത്ര കറക്റ്റ് ആയിട്ട് കണക്ക് പറയാ. നീ ആര് എഞ്ചിനീയറാ?
നമ്മളെ വലിയ എഞ്ചിനീയർ ഒന്നും ആയിരിക്കില്ല, പക്ഷെ അത്യാവശ്യം ചില ലൊട്ടെടുക്ക് പരിപാടിയൊക്കെ നമ്മളും ചെയ്യാറുണ്ട്. പിന്നെ അച്ഛൻ ഇവിടെ പോയി പരിപാടിയൊക്കെ പഠിച്ചിട്ടുണ്ട്. ആണല്ലേ? എന്നാലും ആ പേപ്പർ 4 മടക്കി വെച്ചോ. എന്താ കയ്യിൽ കാശ് വരുമ്പോ നമുക്ക് പണിയെടുക്കാം. അതല്ല എന്റെ ചേച്ചി പറയും പോലെ, ചേച്ചി ഈ പരിപാടി ഏറ്റ് കഴിഞ്ഞ പിന്നെ ഏറ്റല്ലേ ചേച്ചി? കൂടുതലങ്ങോട്ട് ആക്കല്ലേ. വേണ്ട വേണ്ട. ആഹാ, രണ്ടുപേരെയും കൂടെ അപ്പൂപ്പനെയും കൂടി കടയിൽ പോയതാ? ഇപ്പഴാ അപ്പൂപ്പനെ കിട്ടുന്നേ. രണ്ടുപേരും കൂടെ പടവലത്ത് വരാൻ പ്ലാൻ ഇട്ടിരിക്കുക. രണ്ടുപേരും കൂടിയാ? ആ, സൂപ്പർ ആയിരിക്കും. ഒന്നുമില്ല, ഞങ്ങള് മീൻ പിടിക്കും. ഓ ആയിക്കോട്ടെ. ആഹാ, രണ്ടുപേരും കൂടെ അപ്പനെ സോപ്പിട്ടുകൊണ്ട് പടവലത്ത് പോകാനുള്ള പ്ലാനാണോ? ഞങ്ങള് പോയിട്ട് മീൻ പിടിക്കും. ആണോ? എന്നിട്ട് അമ്മയെ കാണും. എന്നിട്ട് എന്നിട്ട് വലിയ മീൻ. അതെ, ഞങ്ങൾ വലിയ മീനിനെ പിടിക്കും. ആ മകളെ, നാളെ ഞാൻ പടവലത്തോട്ട് പോകും. ഈ മഴ പെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു മനസമാധാനം കിട്ടുന്നില്ല. നിങ്ങൾ പോകുമ്പോ ഞാനും കൂടെ കൂടെ വരുവേ? അയ്യോ വേണ്ട വേണ്ട, നീ വരുമൊന്നും വേണ്ടി പോകും. നീ ഇവിടെ തന്നെ നിന്ന്. എന്താ? ഓ, ഇപ്പൊ ഞാൻ അങ്ങോട്ട് വരുന്ന നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലയോ? സത്യം പറഞ്ഞ ഇപ്പോഴും അവിടെ എനിക്കൊരു മനസമാധാനം കിട്ടിയത്. എന്തോ ഇപ്പൊ ഇത്രമാത്രം ചിരിക്കാനേ? എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് പറയുമ്പോഴത്തേനും നേർന്ന് ഒന്നങ്ങ് ചിരിച്ചോളൂ. അപ്പൂപ്പ, ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയാവൂല. നമുക്ക് പുറത്തേക്ക് കളിക്കാം. അതാ മക്കളെ നല്ലത്. വാ. അതെ, പോകുമ്പോ ഞാനും കൂടെ അങ്ങ് വരുവേ കൂടെ. ദാ അച്ഛൻ ഒന്നും മിണ്ടാതെ അങ്ങ് പോയി. എന്നാലും അച്ഛനെ സമ്മതിക്കണം കേട്ടാ. നിങ്ങൾ കൊച്ചുമക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തു തന്നിട്ട് ആ വല്ല ഭാവം അച്ഛന്റെ മുഖത്തുണ്ടാ? അല്ല, അത് അപ്പൂപ്പ എപ്പോഴും ഇങ്ങനെ തന്നെ, ഒരു നിസ്സംഗ ഭാവമാണ്. അതായത് ഓവർ സന്തോഷവും ഇല്ല, ഓവർ സങ്കടവും ഇല്ല, ഒരു മീഡിയം. എന്താ അല്ലേ, കോടിക്കണക്കിന് സ്വത്തിന്റെ മുതലാണ് നമ്മുടെ പേരിൽ എഴുതി തന്നേക്കുന്നത്. വലിയ മനസ്സാണ്. അല്ല, സത്യം പറഞ്ഞല്ലേ ചേച്ചി, അപ്പൂപ്പനെ അപ്പൂവിന്റെ മനസ്സിലൊരു വിഷമം കാണും. ഇത്രയും കാലമായിട്ട് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അച്ഛൻ ഒന്നും പുറത്ത് കാണിക്കൂല. അല്ലെങ്കിൽ ഈ കണ്ടു നിറഞ്ഞവരൊക്കെ അങ്ങനെയാണ്. പഴയ 10ാം തരമാണ്. പിന്നെ ഗവൺമെന്റ് ജോലിയിലൊന്നും താല്പര്യം ഇല്ലെന്നാണ് പറഞ്ഞു കേട്ടത്, അല്ലേ അമ്മ? അങ്ങനെയൊക്കെ പറയുന്നു. അപ്പൂപ്പനും ചെറുതിലെ പോലെ എന്നെ പോലെ കൃഷിയിലായിരുന്നു താല്പര്യം. മൈ ഇപ്പോൾ ഉള്ള ഈ സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ഒന്നുമല്ല. അതായത് അപ്പൂപ്പന്റെ അപ്പൂപ്പന് ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞാൽ ആ പായൂര് ദേശം മൊത്തം അപ്പൂപ്പന്റെ ആയിരുന്നു. ഓ പിന്നെ പാഴൂരപ്പന്റെ തോപ്പ് വരെ അവരുടെ അപ്പൂപ്പന്റെ ആയിരുന്നു. ഒന്ന് പോളേർക്ക് അവിടുന്ന്. അമ്മമ്മേ, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കഥകളൊക്കെ അറിയാം കേട്ടാ. ആ, ചോലറത്തലയിലുണ്ടായിരുന്നല്ലോ കുറെ 5-6 ആനകളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുന്നേ, അല്ലേ? ആ, വല്ല കുഴിയാനകളും ആയിരിക്കും. അതെ, അതങ്ങ് ശാക്കരല്ലേ. അയ്യോ, ഞങ്ങള് പാവങ്ങൾ. ഞങ്ങളെ വീട്ടിൽ ആനയും അമ്പാരിയൊന്നും ഇല്ലേ? നിങ്ങളല്ലേ വലിയ ജന്മകള്, ആനയും അമ്പലവും ഒക്കെ. ഓ ലച്ചു, കേശു, നിങ്ങളുടെയൊക്കെ മുജ്ജന്മ സുഹൃതമാണ് ഇതുപോലെ നല്ലൊരു അപ്പൂപ്പനെ കിട്ടി. എന്റെ അമ്മായിയപ്പനായിട്ടെങ്കിലും വന്നല്ലോ, അത് തന്നെ വലിയ പുണ്യം. അതെ, ഒന്ന് വന്നേ ലച്ചു, ഒന്ന് വന്നേ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യം തന്നെ, പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഈ വീട് സ്ഥലവും കൂടെ നിങ്ങൾക്ക് മേടിച്ചു തരണമെന്നേ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഞാനാ. അതുകൊണ്ട് തന്നെ മാസങ്ങളോളം ഞാൻ അപ്പൂപ്പനോട് പറഞ്ഞു, നിങ്ങൾക്കിത് മേടിച്ചു തരണമെന്ന്. അങ്ങനെ പറഞ്ഞാണ് ഇത് മേടിച്ചത്. അപ്പൂപ്പൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. അപ്പൂപ്പനെ ഇങ്ങനെ പൊക്കി പറയുമ്പോഴേ അമ്മൂമ്മയും കൂടെ ഒന്ന് ഓർക്കുന്നത് നല്ലതാ. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 56.
അപ്പൂപ്പോ ആ ആ. എന്തിനാ അപ്പൂപ്പ ഇവിടെ ഇരുന്ന് ഉറങ്ങണേ? ഓ ചെറുതായിട്ടൊന്ന് മയങ്ങി പോയടാ. അവല്ല അപ്പൂപ്പനെ അകത്ത് കിടന്നുണ്ടായിരുന്ന? അകത്ത് കയറി കിടന്നാലേ അങ്ങ് ഉറങ്ങിപ്പോവും. പിന്നെ രാത്രിയിൽ ഉറക്കം വരത്തില്ല. ഓ പറഞ്ഞാൽ അപ്പൂപ്പന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അല്ലേ? ആ ഇത് പണ്ടേ ഉള്ളതാടാ. അപ്പൊ പോയി ആ ഞാൻ അല്ല ഒന്നുമില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ച അപ്പൂപ്പൻ ഉള്ള കാര്യം പറയും. എന്തോ അല്ല അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, കുഞ്ഞൊരു കാര്യമാണ്. അപ്പൂപ്പൻ ചുമ്മാ പറഞ്ഞാൽ മതി. നീ ചോദിക്കും ചോദിക്കടാ. അപ്പൂപ്പ, അമ്മൂമ്മ അപ്പൂപ്പൻ്റെ അടുത്ത് ഇങ്ങനെ ഈ വീട് നമുക്ക് മേടിച്ചിരണം എന്ന് നിർബന്ധിച്ചിട്ടാണോ അപ്പൂപ്പൻ ഈ വീട് നമുക്ക് മേടിച്ചു തന്നേ? നീ എന്താ അങ്ങനെ ചോദിക്കുന്നേ? അല്ല ഒന്നുമില്ല അപ്പൂപ്പൻ പറ. അവിടെ അറിഞ്ഞിട്ടേ ഇല്ലടാ. ആ ആ പിന്നെ നമ്മുടെ ഈ വീടിന്റെ ഓണർ ബാലന്റെ ബന്ധുവാണെന്ന് അറിഞ്ഞപ്പോഴാ ഞാൻ പോയി ബന്ധപ്പെട്ടത്. ആ അപ്പൊ അമ്മമ്മക്കാരെ അറിഞ്ഞിട്ടേ ഇല്ല? കുറച്ചു നേരമായി പറയണ്ടേ? എന്തോടാ കേള് അപ്പൂപ്പൻ പറ. ഞാൻ കേട്ട്. ആണോ? അപ്പൊ അപ്പൂപ്പൻ ബാക്കി പറ. അപ്പൂപ്പ 6 മാസം മുമ്പേ ഈ വീടിന്റെ ഓണറുമായിട്ട് ചർച്ച ചെയ്തു തുടങ്ങി. പിന്നെ ഞാൻ അയാളെ നേരിട്ട് കണ്ട് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കി. നമ്മുടെ ആ 80 സെന്റിന്റെ ആധാരം രജിസ്റ്റർ ആകുമ്പോഴാ അമ്മൂമ്മ വിവരം അറിയുന്നത്. അത് കഴിഞ്ഞ മാസം. തക്കാലം നിങ്ങളോടൊന്നും പറയണ്ടെന്ന് ഞാൻ തന്നെ അവരോട് പറഞ്ഞത്. വസ്തുവിന്റെ കാര്യമല്ലേ, എപ്പോഴാ മാറിപ്പോകുന്ന ആർക്കെങ്കിലും പറയാനൊക്കെ. പിന്നെ അമ്മായി ഇവിടെ വിളി. അമ്മായിയേ അമ്മായിയേ അമ്മായിയേ. ഓ എന്തിനാടാ അവളെ വിളിക്കുന്നത്? അതൊക്കെ ഉണ്ട് അപ്പൂപ്പ. ആ അമ്മായി. ആ എന്താ തള്ളു പൊളിഞ്ഞ്. തള്ളു പൊളിഞ്ഞു? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മൂമ്മ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേ? അമ്മൂമ്മ നിർബന്ധിച്ചിട്ടാണ് അപ്പൂപ്പൻ ഈ വീട് നമ്മുടെ പേരിൽ മേടിച്ചേന്ന്. എന്നാൽ അതങ്ങനെയല്ല. പടവലത്തെ കനാലിന്റെ സൈഡിലുള്ള 80 സെന്റ് സ്ഥലവുമില്ലേ, അത് ഓണർക്ക് എഴുതി കൊടുക്കുമ്പോഴാണ് അപ്പൂപ്പന്റെ ഈ പ്ലാൻസ് ഒക്കെ അമ്മൂമ്മ അറിയുന്നത്. ആഹാ കൊള്ളാല. അച്ഛൻ എന്തൊക്കെ ഡയലോഗ് അടിയായിരുന്നെന്ന് അറിയോ അമ്മ ഇവിടെ? അമ്മ നിർബന്ധിച്ചിട്ടാണ് അച്ഛൻ ഈ സ്ഥലം ഇവരുടെ പേരിൽ വാങ്ങിച്ചു കൊടുത്തേന്ന്. എന്തായാലും അമ്മൂമ്മ ആള് കൊള്ളാം. അതൊക്കെ പോട്ടെ മോളെ, ഇനി ഒന്നും പറയണ്ട. ചിലപ്പോ അവക്ക് വല്ലതും തോന്നും. എന്തുവാ എനിക്ക് വല്ലതും തോന്നുന്നൊക്കെ പറയുന്നേ? എന്തോന്ന് ഭഗവാനി? എന്തുവാ മനുഷ്യ, എന്തോ പറഞ്ഞെന്ന് പറ. എനിക്ക് ഏതാണ്ട് തോന്നുന്നല്ലേ പറഞ്ഞേ? വിട്ട ഭാഗം പൂരിപ്പിച്ച്. എന്തുവാ പിള്ളേരെ അടക്കിച്ചിരിക്കുന്നേ? അല്ല ഭവാനി, ഞാൻ ഈ പിള്ളേരോട് പറയുകയായിരുന്നു, നീ കൂടെ നിർബന്ധിച്ചിട്ടാ ഈ സ്ഥലവും വീടും കൂടെ ഞാൻ ഇവരുടെ പേര് വാങ്ങിക്കൊടുത്തതെന്ന്. அச்சா எனக்கு அப்பவே தெரியும் அம்மா தான் இதுக்கெல்லாம் காரணம்னு. என்னன்னா எப்பவுமே அம்மாக்கு இவங்க நினைப்புதான். എന്താ പിള്ളേരെ എത്ര അടക്കിച്ചിരിക്കാൻ? ലച്ചു, യേശു. ചിരിക്കല്ലേ? എന്താ അമ്മൂമ്മ? ഓ ചിരിച്ചോ ചിരിച്ചോ. എനിക്ക് മനസ്സിലായി നിങ്ങൾ ഇവിടെ എന്താ പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. ശരിയാ, ഞാൻ ഒന്നിനുമില്ല, എല്ലാം നിങ്ങളുടെ അപ്പൂപ്പൻ തന്നെ. പക്ഷെ ഉണ്ടല്ലോ, നിങ്ങൾക്കൊരു വീട് സ്ഥലവും കൂടെ മേടിച്ചു തരണമെന്നായിരുന്നു എപ്പോഴും എൻ്റെ ആഗ്രഹം. അതോർത്ത് വിഷമിച്ചിട്ടുള്ള എൻ്റെ മനസ്സ് മാത്രമാ. മക്കളെ, കൊച്ചുമക്കളെ നോർത്തുണ്ടല്ലോ കരയാത്ത ഒരു ദിവസവും ഇല്ല. ഇപ്പം നമ്മൾ എന്ത് ചെയ്താലും, ചെയ്താ കുറ്റം, എടുത്താ കുറ്റം, തിരിഞ്ഞാ കുറ്റം, പിരിഞ്ഞാ കുറ്റം, എല്ലാം കുറ്റമാ. ഏത് സമയവും കൊച്ചുമക്കളെ മരുമോളെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് കിട്ടിയ ഇതാ. എന്റെ ദൈവമേ, എന്ത് നല്ലത് ചിന്തിച്ചാലും എനിക്ക് ഇതാണല്ലോ എന്റെ വിധി. ഇനി മിണ്ടിപ്പോരുത് നീ. പിള്ളേര് പറയുന്നവർ തള്ളി മറിച്ചിട്ട് തുള്ളുന്നോ? ഒരക്ഷരം മിണ്ടിയാണല്ലോ നിന്നെ പിടിച്ചു കെട്ടി ചോനർത്തല കൊണ്ടാക്കി ഞാൻ. ആ